നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഇയറിലെ 2025 ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ ഇരുന്നു, ഞാൻ ഇപ്പോഴെങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് ഫോട്ടോസാണ് ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷന് ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൈവറ്റ് ക്ലാസ്സിന് വേണമെങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദേ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലോട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ട് വയ്ക്കുക. എല്ലാ പ്രൈവറ്റ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാനുള്ള സന്ദർഭമോ അല്ലെങ്കിൽ സാമ്പത്തികമോ സമയമോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സിമ്പിൾ. അവിടെ വന്നിട്ട് എനിക്ക് ഡയറ്റ് പറഞ്ഞു തരുമോ എന്ന് പറയരുത്. ഇവിടെ ഞാൻ ഡയറ്റും വർക്കൗട്ടും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഡയറ്റ് പ്ലാനാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാനാണ്. വളരെ ഫിറ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന, വളരെ ഹെൽത്തി ആയിട്ടുള്ള, നല്ലോണം ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാനാണ് ഷെയർ ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് പറയുന്നത്. അത്യാവശ്യം മീൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, എന്നാൽ കറക്റ്റ് ടൈം ഇൻ്റർവെൽസ് ഇൻ ബിറ്റ്വീൻ കൊടുത്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാൻ. എന്തൊക്കെ വെള്ളം നമുക്കിതിനിടയിൽ കുടിക്കാം, ഇനി എത്ര സമയം നമുക്ക് ഫാസ്റ്റ് ചെയ്യണം, ഫാസ്റ്റിംഗ് ഇല്ലാത്ത സമയത്ത് എന്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിനു മുൻപ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. എന്നും നമ്മൾ ഡയറ്റിൽ മുട്ട ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിക്ക്, ഇപ്പം നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ സൂപ്പർബാണെങ്കിൽ, നമുക്ക് ഹെൽത്തിയായി കൊളസ്ട്രോളൊന്നും ഇല്ലാത്തൊരു ബോഡിയാണെങ്കിൽ നമുക്ക് ദിവസേന 2 എഗ്ഗ് വരെ ഹോളായിട്ട് എടുക്കാം. വിത്ത് യോക്ക് അടക്കം എടുക്കാം. യോക്കിനെ അവോയ്ഡ് ചെയ്യരുത്. 2 ഹോൾ എഗ്ഗ് നമുക്ക് എടുക്കാം. ഇനി ഫ്രൂട്ട്, ദിവസേന ഒരു ഫ്രൂട്ട് ഹോളായിട്ട് കടിച്ച് അങ്ങനെ തന്നെ കഴിക്കുന്നത്, ഏത് ഫ്രൂട്ടാണെങ്കിലും ഒരു ഹോൾ ഫ്രൂട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് എന്ന് കരുതി വാട്ടർമെലൺ പോയി എടുക്കട്ടെ, ചക്ക പോയിട്ട് എടുക്കട്ടെ എന്ന് ചോദിക്കരുത്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ടുകൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ നേന്ത്രപ്പഴം പോലുള്ള, അല്ലെങ്കിൽ പഴം എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട്, ബനാനാസ് എടുക്കുമ്പോൾ അതിൽ ഒത്തിരി ഷുഗർ ഉണ്ട്. സോ അതുപോലുള്ള ഫ്രൂട്ടുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട്, ലൈക്ക് നമ്മളെടുക്കുമ്പോൾ ഓറഞ്ച് എടുക്കുക, ആപ്പിൾ എടുക്കുക, പൊമിഗ്രനറ്റ് എടുക്കുക, കിവി എടുക്കുക, മസ്മെലൻ്റെ പീസസ് എടുക്കുക, പപ്പായയുടെ പീസസ് എടുക്കുക. ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ടുകൾ? ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ടുകൾ എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്യുകയോ ChatGPT സെർച്ച് ചെയ്യുകയോ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടുകൾ അവർ സജസ്റ്റ് ചെയ്യുക. എപ്പോഴും ഗ്രേപ്സ്, റേസിൻസ് പോലുള്ള, അല്ലെങ്കിൽ ഡേറ്റ്സ് പോലുള്ള ഫ്രൂട്ടുകളിലൊക്കെ ഒത്തിരി ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് കുറച്ച് കോൺഷ്യസ് ആയിരിക്കും. എന്ന് കരുതി ഇത് ജന്മം കഴിക്കരുത് എന്നൊന്നും അല്ല പറഞ്ഞത്. എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. അതല്ലെങ്കിൽ ഒരു ദിവസം വേറൊരു ഫ്രൂട്ട് എടുത്തിട്ട് പിന്നെ ഒരു ദിവസം അതെടുക്കുക. അങ്ങനെ ദിവസേന ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ടുകൾ വളരെ കുറവാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ 18:6 എന്ന് പറയുന്ന വിൻഡോ ആണ്. 18 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. ആൻഡ് ഈറ്റിംഗ് സമയം എന്ന് പറയുന്നത് ജസ്റ്റ് 6 hours മാത്രമാണ്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർ, ഡയബറ്റിക് കണ്ടീഷനൊന്നും അല്ലാത്തവർക്കാണ്, ഹെൽത്തി ആയിരിക്കുന്നവർക്കാണ് ഈ ഒരു ഡയറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് 6 hours നമ്മൾ 11 AM ഫസ്റ്റ് മീൽ എടുക്കുന്നത്. ലാസ്റ്റ് മീൽ എടുക്കുന്നത് 5 PM 11 to 5 ആണ്. സോ ഫസ്റ്റ് മീൽ എടുക്കേണ്ടത് 11 AM ഈ ഒരു സമയത്ത് എടുക്കുന്ന ഭക്ഷണം 2 പ്രോട്ടീൻ ദോശയാണ്. ഞാനതൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിർത്തി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡയറ്റ് ചെയ്താൽ മതി. ഓക്കെ, 11 AM എടുക്കുന്ന ഡയറ്റിൽ 2 പ്രോട്ടീൻ ദോശ എടുത്തിട്ടുണ്ട്. ഒരു 1 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ചട്നിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ കറി എടുക്കാം, ഫിഷ് കറി എടുക്കാം. ന്യൂട്രീഷൻ റിച്ച് ആക്കിയിട്ട് എന്ത് കറിയാണോ വീട്ടിലുണ്ടാക്കിയിരിക്കുന്നത് എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, സോ അതിൻ്റെ കാലറി എത്രയാണ് വരുന്നത് എന്നുള്ളതും ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 1000 കാലറിയിൽ ലിമിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡയറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനിടയിൽ, അതായത് നമ്മളൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡ്രിങ്കുകൾ എന്തൊക്കെയാണ്? പ്ലെയിൻ വാട്ടർ എടുക്കാം, വാം വാട്ടർ എടുക്കാം, ലെമൺ വാട്ടർ എടുക്കാം, ബ്ലാക്ക് കോഫി എടുക്കാം, ബ്ലാക്ക് ടീ എടുക്കാം, ഗ്രീൻ ടീ എടുക്കാം, സിനമൺ വാട്ടർ എടുക്കാം, ജീര വാട്ടർ എടുക്കാം, സോൾട്ട് വാട്ടർ എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നു, സോൾട്ട് ഇട്ടിട്ടുള്ള എന്തെങ്കിലും കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സോൾട്ട് വാട്ടറും ലിമിറ്റഡ് അളവിൽ എടുക്കാം. അതൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ നിയമങ്ങളിൽ പറയുന്നതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. ഓക്കെ, സോ അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊമിഗ്രാനേറ്റ് എടുക്കാം, പീസസ് ഓഫ് പപ്പായ എടുക്കാം, മസ്മെലൺ പീസസ് എടുക്കാം, ലൈക്ക്
കിവി എടുക്കാം. ഇങ്ങനെ നല്ല ഫ്രൂട്ടുകൾ, ഓവർ റൈപ്പണല്ലാത്ത ഒത്തിരി പഴുത്ത പഴങ്ങളേക്കാൾ കുറച്ച് പഴുത്ത പഴങ്ങളാണ് നല്ലത്. ഒത്തിരി ഷുഗറുള്ള പഴങ്ങളേക്കാൾ അധികം ഷുഗർ ഇല്ലാത്ത പഴങ്ങളാണ് നല്ലത്. ഓക്കെ, സോ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ വെയിറ്റ് റിഡക്ഷന് ശ്രമിക്കുന്നവരുടെ കാര്യമാണേ, അല്ലാത്തവർ കുറച്ച് പഴുത്ത പഴം കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഡിന്നർ എടുക്കാൻ പോകുന്നത് 5 PM സോ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഈ ഒരു വിൻഡോ ഫോളോ ചെയ്യുന്നവർ 5 മണിക്ക് തന്നെ ഡിന്നർ കഴിച്ചേക്കണം. ഇവിടെ 100 ഗ്രാം ചിക്കനും ഒരു ചപ്പാത്തിയും ഒരു സാലഡുമാണ്. സാലഡിൽ ഞാൻ എടുത്തത് വെറും ഒരു വെജിറ്റബിളാണ്. നിങ്ങൾ അങ്ങനെയല്ല, കുറേ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലഡ് ഉണ്ടാക്കിയെടുക്കണം. സോ ഹെൽത്തി സാലഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. സോ ഇതിൻ്റെ ഒരു പോർഷൻ സാലഡ്, 100 grams ഓഫ് ചിക്കൻ, 1 ചപ്പാത്തി. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ എടുക്കാതിരുന്നിട്ടേ ഇല്ല. വി ഹാവ് ടു ഹാവ് കാർബോഹൈഡ്രേറ്റ്സ് ഓൾസോ ഇൻ അവർ ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, നമ്മുടെ ഡയറ്റിൽ ഫൈബർ ഉണ്ടായിരിക്കണം, ഹെൽത്തി നട്ട്സ് ആൻഡ് സീഡ്സ് ഉണ്ടായിരിക്കണം, ഫ്രൂട്ട് ഉണ്ടായിരിക്കണം, എഗ്ഗ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് നോർമലി അറിയേണ്ട കാര്യങ്ങളാണ്. സോ പ്രോട്ടീൻ ഇല്ലേ, ഫൈബർ ഇല്ലേ, കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലേ, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ലേ, വെള്ളം ഞാൻ കറക്റ്റായിട്ട് കുടിക്കുന്നില്ലേ, എഗ്ഗ് ദിവസേന കഴിക്കുന്നില്ലേ, ഇതൊക്കെ സ്വയമായിട്ട് ചിന്തിച്ച് നോക്കുക. ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും ഫൈബറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് തന്നെയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ്. അൺഹെൽത്തി ആയിട്ട് എടുക്കുന്ന ഡയറ്റ് ഔട്ട്സൈഡ് ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓവർ ഓയിലി ആയിട്ടുള്ള ജങ്ക് ഫുഡുകളും ഫ്രൈഡ് ഐറ്റംസും പാക്കറ്റ് ഫുഡുകളും ബോട്ടിൽ ഡ്രിങ്കുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഡയറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതൊരു അൺഹെൽത്തി ഡയറ്റാണ്. സോ ഏതെടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, ബിക്കോസ് നമ്മുടെ ഹെൽത്താണ്. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സ്ലീപ്പ് എന്ന് പറയുന്നതും സ്ട്രെസ് ഫ്രീ ആയിരിക്കുക എന്ന് പറയുന്നതും വെയിറ്റ് റിഡക്ഷനും ഒരു ഹെൽത്തി ബോഡിക്കും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൂടി ടേക്ക് കെയർ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റായിട്ട് ഒരു ഇച്ചിരി ബോറടിക്കാത്ത രീതിയിൽ എൻ്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റി കൂടി ഞാൻ ഫാസ്റ്റായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഞാൻ 85 കിലോ, എൻ്റെ 23ാമത്തെ വയസ്സിലാണ് ഞാൻ 85 കിലോയിലോട്ട് വന്നത്. അതിനിടയിൽ ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതിന് ശേഷമുള്ള ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏജ് എത്രയായി എന്ന് നിങ്ങൾ ഗസ് ചെയ്തോ? നിങ്ങൾ ഗസ് ചെയ്യുന്ന ഏജ് തന്നെയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഐ തിങ്ക് എനിക്കിപ്പോഴാണ് 23 എന്ന്. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രമിക്കുക. നമുക്ക് ന്യൂ ഇയറിൽ അടിച്ച് പൊളിക്കണം അടുത്ത വർഷം. ഓക്കെ, സോ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം. ലവ് യു. എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിരിക്കും. ലവ് യു.